ഇന്ന് നമുക്ക് ഇങ്കിക്കൊരു പിറന്നാളിനൊരു കേക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇങ്കി, നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇങ്കിയുടെ ബർത്ത്ഡേന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇത്. റോയൽ കാനിൻ്റെ കപ്പാണ്, മെഷർമെൻറ്റ് കപ്പ്. അതിനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഡ്രൂൾസിൻ്റെ ഒപ്റ്റിം പെർഫോമൻസ്, ഇതാണ് അവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കാം. ഇത് നമ്മൾ എടുത്ത് മിക്സിയുടെ ജാറിൽ പൊടിച്ച ആ പൊടിയാണത്. ഇതൊരു കപ്പുണ്ട്, ഒരു കപ്പ് പൊടിച്ചതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 എഗ്ഗും തവിടെണ്ണ എടുക്കാം. എന്നിട്ട് അത് ഇതേപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇതിപ്പോൾ നമ്മൾ 2 മുട്ട ബീറ്റ് ചെയ്തതാണ്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് എണ്ണ, തവിടെണ്ണയാണ്. തവിടെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 2 എഗ്ഗും 1 കപ്പ് തവിടെണ്ണയാണ്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പാലൊഴിച്ചിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊന്നും ചേർക്കണില്ല. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കണില്ല. മധുരം ചേർക്കണില്ല. കാരണം ഡോഗ്സിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ അവർക്ക് മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. മുട്ടയും പാലും തവിടെണ്ണയും മാത്രം. മൊത്തം ഇതിലിപ്പോൾ 1.5 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. 2 മുട്ടയും 1 കപ്പ് തവിടെണ്ണയും. ഇത് കണ്ട, 1 കപ്പ് ഒഴിച്ചു. ഡോഗ് ഫുഡ് കുതിർന്ന് കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിൽ നല്ലോണം ഡ്രൈ ആയി. അപ്പോൾ നമുക്ക് 1/2 കപ്പും കൂടെ 1/2 കപ്പ് കൂടെ പാലൊഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ കേക്ക് ഉണ്ടാക്കണം അതേപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് മാത്രം ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് സെറ്റാവും. കണ്ട, കുതിരുന്നത് കണ്ടില്ലേ? ഡോഗ് ഫുഡല്ലേ. അപ്പോൾ ആ പാലിൻ്റെയും തവിടെണ്ണയുടെയും ഇത് ചെല്ലുമ്പോൾ ഇത് കുതിർന്നതാവും. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ല. വാനില എസൻസോ ഒന്നുമില്ല. അവർക്ക് ഹാനികരമായിട്ടുള്ള ഒന്നും നമുക്ക് ചേർക്കണ്ട. അപ്പോൾ ഇതാവുമ്പോൾ അവർക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞാൽ അവർക്ക് തന്നെ അത് കഴിക്കാനും പറ്റും. അപ്പോൾ ലാസ്റ്റത്തെ മിക്സിങ് നമുക്ക് ബീറ്ററില്ലാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. 1.5 കപ്പ് പാലൊഴിച്ചിട്ട് വീണ്ടും ഇതേ ഒരു ഡ്രൈ ആവുന്നുണ്ട്. എനിക്ക് തോന്നണത് ഇതിൽ വേണമെങ്കിൽ പാല് ചേർത്തിട്ട് പാലിന് പകരം ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ, അതും ഒഴിക്കാം വെള്ളത്തിന് പകരം. അപ്പോൾ നല്ലൊരു മണം കിട്ടുമല്ലോ. ഇതിലിപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യണത് ഇവർക്ക് കൊടുക്കാനായാലും എന്തിനായാലും RCMൻ്റെ തവിടെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇതിലിപ്പോൾ ബട്ടർ പേപ്പർ ഇട്ട് തവിടെണ്ണ തടവി കൊടുത്തു. ഇനി നമുക്ക് ഈ മിശ്രിതം ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇത് മിശ്രിതം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് തട്ടി കൊടുക്കും. അതുപോലെ ഒന്ന് കൊടുക്കാം. നമുക്കറിയില്ല ഇനി ഇതിൽ ബബിൾസ് ഉണ്ടോ എന്താന്ന്. ഇപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ച് 2 മിനിറ്റ് ചൂടാക്കിയതാണ്. അതിലേക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഓവൻ നമ്മൾ യൂസ് ചെയ്യണില്ല. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതൊന്ന് കുത്തി നോക്കാം. ഇത് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട്, സെറ്റായിരിക്കുന്നു, പൊട്ടണമൊന്നുമില്ല. നമ്മുടെ കേക്ക് ഉണ്ടാക്കണ മാതിരി തന്നെ ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കിയാൽ മതി ഉള്ളിലൊക്കെ കുക്കായിട്ടില്ലേ എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മളത് ആ ട്രേന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഡോഗ്സിന് പറ്റിയ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യണം. കാരണം നമ്മളിതാ ഈ ബിസ്ക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. ഡെക്കറേറ്റ് ചെയ്യാൻ സിമ്പിളായിട്ടാണ്. നമ്മളിപ്പോൾ ഷവർമ്മയ്ക്കൊക്കെ ഉണ്ടാക്കില്ലേ, മയണൈസ്, മുട്ടയും എണ്ണയും ഓയിലും കൂടെ അടിച്ച് അത് സൈഡിൽ കൂടെ ആക്കി കൊടുത്തു. പേരെഴുതാനും അത് ഉപയോഗിച്ചു. പിന്നെ അതേ ഇതുപോലത്തെ ബിസ്ക്കറ്റ്, അവളുടെ തന്നെ ബിസ്ക്കറ്റ് ഉപയോഗിച്ച് സൈഡിൽ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ചെറിയ കേക്ക് ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ ഇവിടെ 3 ഡോഗ്സാണല്ലോ. അപ്പോൾ അവർക്കിത് ധാരാളമാണ്, നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറുതാണ് ഉണ്ടാക്കി. നല്ല അടിപൊളി കേക്കായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഇതേപോലെ തന്നെ നമ്മൾ മുന്നേ ഒരു 6-7 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഡോഗിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഇതേപോലെ കേക്ക് ട്രൈ ചെയ്തിരുന്നു. അത് വേറെ കുറച്ച് ഇതേമാതിരി തന്നെ, പക്ഷെ അതിൻ്റെ മുകളിൽ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. ഇങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. 8 വയസ്സുണ്ട് അവന്. അപ്പോൾ ആ ഡോഗിൻ്റെ ബർത്ത്ഡേ ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. പഴയ ഫോട്ടോ ആണത്. അപ്പോൾ വീട്ടിലെ ഡോഗ്സിൻ്റെ ബർത്ത്ഡേക്ക് ഇതേപോലെ ഒന്ന് കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്കിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.